ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് എനിക്ക് ഉറക്കെ സംസാരിക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു സർപ്രൈസ് പ്ലാനിങ്ങിലാണ്. നാളെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അമ്മയ്ക്ക് ഞാനൊരു നോസ്പിൻ വാങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ അമ്മ കേൾക്കാതിരിക്കാനാണ് ഞാനിപ്പോൾ അതൊക്കെ മൈക്കൊക്കെ വെച്ച് സംസാരിക്കുന്നത്. ഇത് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ബാക്കി നമ്മുടെ സർപ്രൈസ് വ്ളോഗൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ഞാനപ്പോൾ ജ്വല്ലറിയിലേക്ക് പോവാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി. ഞാൻ ആരതിയും കൂടെയാണ് കേട്ടോ ജ്വല്ലറിയിലേക്ക് പോകുന്നത്. അമ്മയോട് ഞങ്ങൾ വേറൊരു കാര്യം പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. കൊല്ലത്തേക്കൊന്ന് പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അമ്മയ്ക്ക് അറിയില്ല ഞാൻ എവിടെയാണ് പോകുന്നത് എന്നുള്ളത്. ഞാൻ ആരതിയും കൂടെ പ്ലാൻ ചെയ്ത് നമ്മൾ ഹാരിസിലേക്കാണ് പോകുന്നത്. ഹാരിസിൽ ഞാൻ നേരത്തെ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാരിസിൽ നമുക്ക് പരിചയം ഉണ്ടായതുകൊണ്ട് പിന്നെ ഹാരിസിൻ്റെ പുതിയൊരു ഷോറൂം നമ്മുടെ കൊല്ലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ ഉണ്ടല്ലോ. ഞാൻ പോകുന്നത് പരവൂരായിരുന്നു. അപ്പോൾ കൊല്ലത്ത് തന്നെ വന്നപ്പോൾ എന്തായാലും പുതിയതായിട്ട് വന്ന് തുടങ്ങിയതല്ലേ, ഒന്ന് പോയി കാണുകയും കൂടി ചെയ്യാം, പിന്നെ അവിടെ നിന്ന് പർച്ചേസിങ് കൂടെ ചെയ്യാം എന്നുള്ള രീതിക്കാണ് അവിടെ ചെന്നത്. അപ്പോൾ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. മൂക്കുകുത്തിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 ടൈപ്പ് ഞാൻ അവിടെ കണ്ടിരുന്നു. അങ്ങനെ കുറേ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. നോസ്പിൻ നോക്കുന്നവരാണെങ്കിൽ എന്തായാലും പോയി പർച്ചേസ് ചെയ്യൂ. ഇത് ചുമ്മാ ഞങ്ങൾ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ, ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീഡിയോൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഞാനപ്പോൾ ഒരു ചെറിയ മൂക്കുത്തിയാണ് അമ്മയ്ക്ക് എടുത്തത്. കാരണം വെച്ചാൽ ആദ്യമായിട്ട് കുത്താണ്. അമ്മ ഇതൊരു മൂക്കുത്തി കുത്തിയില്ല. ഇതും കൊണ്ട് ഗിഫ്റ്റ് ചെയ്തിട്ട് വേണം മൂക്ക് കുത്തിക്കാൻ വേണ്ടിയിട്ട്. ആ വീഡിയോയൊക്കെ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇത് അടുത്ത ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂക്കുത്തിയൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് വന്നായിരുന്നു. ഇത് ഞാൻ പാരിപ്പള്ളിയിൽ വരെ പോവുകയാണ്, ഞങ്ങളുടെ ഒരു ഓഫീസിൽ വരെ പോവുകയാണ്. അങ്ങനെ അവിടെ പോയിട്ട് വൈകിട്ട് ഇറങ്ങിയ വഴിക്ക് ഞാൻ അവിടെ ഡ്രസ്സ് എടുക്കാൻ അമ്മയ്ക്ക് വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. ഇത് അമ്മയുടെ ബർത്ത്ഡേ ദിവസമാണ്. നമ്മൾ തലേ ദിവസമാണ് മൂക്കുത്തി മേടിക്കാൻ പോയിരുന്നത്. അപ്പോൾ ബർത്ത്ഡേ ദിവസം ഞാൻ നല്ല ബിസി ആയിരുന്ന ഒരു ദിവസമായിരുന്നു. പെട്ടെന്ന് കയറി നമ്മളൊരു ചുരിദാറൊക്കെ എടുത്തു. അവിടെ വലിയ കളക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉണ്ടായിരുന്നത് നല്ലൊരെണ്ണം നോക്കി എടുത്തു. അങ്ങനെ പാറും ഉണ്ടായിരുന്നു കൂടെ. സമയം ഇപ്പം തന്നെ ഒരു 7 മണിയായിട്ടുണ്ട്. ഇനി വീട്ടിൽ ചെന്നിട്ട് കേക്ക് എടുത്തിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം കാര്യങ്ങളും പരിപാടികളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. ഭയങ്കര ഹെക്റ്റിക് ആയിട്ടൊരു ദിവസമായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. തിരിച്ച് വീട്ടിൽ കയറുന്ന 8-8:30 ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മളവിടെ ഉണ്ടായിരുന്ന സിംലായിലായിരുന്നു കയറിയത്. വേറെ ഒരു ഷോപ്പിലും കയറാൻ വേണ്ടിയിട്ടുള്ള ടൈം നമുക്ക് കിട്ടില്ല. പിന്നെ അവിടെ ഒരു ബേക്കറിയിലും കൂടെ കയറണമായിരുന്നു. നമ്മൾ അവിടെ നല്ല കേട്ടോ കേക്ക് വാങ്ങിയത്. ഞാൻ ജസ്റ്റ് ഈ കേക്കിൻ്റെ സെക്ഷനിൽ നിന്ന് പോയി നോക്കിയെന്നുള്ളൂ. ഞാൻ തലേന്ന് തന്നെ വേറെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിനടുത്ത് തന്നെ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നൊരു ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പാറുവിന് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ പോയതായിരുന്നു. ഓൾറെഡി ഞാൻ വീട്ടിൽ എത്തി 8:30 ആയിട്ടുണ്ടായിരുന്നു. നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയെ സർപ്രൈസ് ആവുന്ന വീഡിയോ, അതായത് കേക്കൊന്നും കൊണ്ടുവരുന്ന വീഡിയോയിൽ അമ്മയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അമ്മയെ കാണിക്കാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതെല്ലാം കൂടി ഈ മഴയത്ത് ചുമന്നുകൊണ്ട് വന്നപ്പോൾ വീഡിയോ എടുക്കാൻ ആരുമില്ല. നന്ദുവും വീഡിയോ എടുക്കാനായിട്ട് അവളും ഉണ്ടായിരുമ്പോൾ ഉള്ള വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ കേക്ക് മേടിക്കുമെന്ന് നമുക്ക് അറിയാമായിരുന്നു. പിന്നെ അമ്മ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. 8:30 ആയിരുന്നല്ലോ. അപ്പം ഞാൻ വരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ മൂക്കുത്തി നമ്മൾ വെച്ച് നേരത്തെ സർപ്രൈസ് ആക്കി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതായിരുന്നു മെയിൻ കാര്യം. അപ്പോൾ കേക്ക് എന്തായാലും ഉണ്ടെന്ന് അറിയാമെന്നുള്ളത് എനിക്കും അറിയായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഒരു കവറായിരുന്നു. അതിലായിരുന്നു ഡ്രസ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായിരുന്നു ഡ്രസ്സ് എന്താണ് വാങ്ങിച്ചിരിക്കുന്നത്. എല്ലാ വട്ടവും ഡ്രസ്സ് തന്നെയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അമ്മ അത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇതൊരു സർപ്രൈസും കൂടിയായിരുന്നു. കാരണം വെച്ചാൽ കുറേ നാളായിട്ട് മൂക്കുത്തിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ്. അപ്പോൾ അത് കൊടുക്കുന്നതിലായിരുന്നു ഞാനും ഇങ്ങനെ നോക്കിയിരുന്നത് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി ഇന്ന് കട്ട് ചെയ്തു. ഇങ്ങനെ ഹാപ്പി ആയിരുന്നു. ചോദിക്കുന്നുണ്ട് എന്തിനാ കേക്ക് വാങ്ങിയത്, എന്തിനാ പൈസ കളഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കേക്ക് വാങ്ങും എന്നറിയുന്നൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ പോയി ഇതാണ്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അതിപ്പോൾ അതറിയായിരുന്നു. ആ ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നപ്പോഴേ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നുള്ള അറിയാത്തത്. അപ്പോൾ കവർ കണ്ടപ്പോൾ മനസ്സിലായി കാണും ഡ്രസ്സാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ കൈ കഴുകിയിട്ട് വാ, ഗിഫ്റ്റ് തരാമെന്ന്. അപ്പോൾ അത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ആ ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ഞാൻ ഡ്രസ്സ് വാങ്ങിയപ്പോൾ അവിടെ നിന്ന് ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞാണ് കേട്ടോ മേടിച്ചത്. അങ്ങനെ അത് കൊടുത്തു. അത് എന്താണ് എന്നുള്ളത് അറിയാം, ഡ്രസ്സാണെന്നറിയാം. ഇനി അത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്തത്. വലിയ സെലക്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അവിടെ നല്ലൊരു കളർ കണ്ടപ്പോൾ ആദ്യമേ ചെന്നോടനെ ഞാൻ ഇത് തന്നെയാണ് പിടിച്ചത്. ഞാൻ വെച്ചു ഇനി വേറെയൊക്കെ കാണുമെന്ന്. അവിടെ ചേച്ചിമാർ കൂടുതൽ നിൽക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാ കേട്ടോ. അവർക്ക് സത്യം പറഞ്ഞാൽ എടുത്തിടുന്നുമില്ല, അവർക്കൊന്നും മനസ്സിലാവുന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ എന്തായാലും അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു. നല്ലൊരു കളറായിരുന്നു. ഈ കളറാകുമ്പോൾ അമ്മയ്ക്ക് ഇല്ല. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ കളറ് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊരു ലാവണ്ടർ ഷെയ്ഡ് എന്നൊക്കെ പറയാം. ഇതിൻ്റെ ഷോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പക്ഷെ അമ്മ ഇട്ട് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മ ഇടുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മൂക്കുത്തി എടുക്കാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് പതുക്കെ പോയി എടുക്കാനായിട്ട് പോയായിരുന്നു. ഞാൻ ബാക്കിലിങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതറിയുന്നില്ല എൻ്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം. ഇനിയാണ് നമ്മുടെ വൻപൻ സർപ്രൈസ് വരുന്നത്. ദണ്ടേ ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് റിയാക്ഷൻ എന്താണെന്ന് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കവർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഗോൾഡാണ്. എന്നാലും എന്താണെന്ന് നോക്കുകയാണ്. അപ്പോൾ ഇത് എന്തായിരിക്കും, മൂക്കുത്തിയെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അത് ഉറപ്പാണ്. കാരണം മൂക്കുത്തിയുടെ കാര്യം ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. പണ്ടിങ്ങനെ കുറേ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു കുത്തുന്ന കാര്യം. വെക്കേഷനും പറയുന്നുണ്ടായിരുന്നു. സമയമില്ലാത്തത് ഇങ്ങനെ പോകുമായിരുന്നു. ഭയങ്കര ഹാപ്പിയായി.
സന്തോഷം കാണുന്നില്ലേ? എന്താണ് ഇപ്പോൾ ഇതെന്താ മേടിച്ചു അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനമായിരുന്നു കേട്ടോ. അങ്ങനെ നന്ദു താണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഹാപ്പിയായി. ഇനി മൂക്ക് കുത്തണം. എല്ലാവരും ഞാൻ വീഡിയോ കേട്ടപ്പോൾ എന്നോട് ചോദിച്ചു മൂക്ക് കുത്തിയോ? ഞാൻ പറഞ്ഞില്ല, ഇനി കുത്തണം. അങ്ങനെ ഞങ്ങൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ പോയി മൂക്കുത്തി കുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഹാപ്പിയായി. നല്ല ഒരു ചെറിയ സ്റ്റാറിൻ്റെ മൂക്കുത്തിയായിരുന്നു. അമ്മ മൂക്ക് കുത്തായിരുന്നത് എൻ്റെ ഒരു പഴയ മൂക്കുത്തി ഇടാം എന്നുള്ളൊരു രീതിക്കായിരുന്നു. അപ്പോൾ അത് സ്റ്റാർ തന്നെയാണ്. പക്ഷെ എനിക്ക് പഴയത് കൊണ്ട് കുത്തിക്കാനൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുതിയത് വാങ്ങിയത്. ആ സെയിം തന്നെ പുതിയത് വാങ്ങി. കുറച്ചുകൂടി നല്ല ഷൈനിങ് ഒക്കെ ഉള്ളതായിരുന്നു. അത് എൻ്റേത് കുറച്ച് പഴയതായിരുന്നു. ഞാൻ ആദ്യം കുത്തിയപ്പോൾ ഇട്ടിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അത് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് തന്നെയാണ് വാങ്ങിയത്. അറിഞ്ഞിട്ടില്ല ഞാൻ വാങ്ങുന്നത്, പക്ഷേ അത് തന്നെ വാങ്ങി. അങ്ങനെ ഞാൻ ഫോട്ടോസ് വീഡിയോസൊക്കെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് ഓർഡർ ചെയ്യാൻ അങ്ങ് മറന്നുപോയി കേട്ടോ. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ 9:30 എന്തായിട്ടുണ്ടായി. ഞാൻ വന്നപ്പോൾ തന്നെ 8:30 ആയല്ലോ. പിന്നെ പെട്ടെന്നാണ് കേക്ക് മുറി പരിപാടികളെല്ലാം നടത്തി നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത്. ഫുഡ് വന്നപ്പോഴത്തേക്ക് 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഹണി അൽഫാമാണ് കേട്ടോ പറഞ്ഞത്. എൻ്റെ ഫേവറേറ്റ് ആണത്. അപ്പോൾ അമ്മ അത് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അമ്മയ്ക്കും അത് തന്നെ ഓർഡർ ചെയ്ത്. നന്ദു മന്തി എന്നും പറഞ്ഞ് നിന്നുകൊണ്ട് നന്ദുവിന് മന്തി ഓർഡർ ചെയ്തു. പിന്നെ അമ്മയ്ക്ക് ഈ ഹണി അൽഫാം അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നന്ദുവിൻ്റെ മന്തിയിലുള്ള ചിക്കൻ അമ്മയ്ക്കും കൊടുത്തിട്ട് നന്ദു ഹണി അൽഫാമും കഴിച്ചു. അവസാനം അങ്ങനെയായി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ അഭിപ്രായമൊക്കെ പറയുകയാണ്. ഇതാണ് കേട്ടോ മൂക്കുത്തി. സ്റ്റാറിൻ്റെ ഒരു കുഞ്ഞു മൂക്കുത്തിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ അമ്മ പോയി ചുരിദാറൊക്കെ ഇട്ടിട്ട് വന്നു. ഫുള്ളി ഒരു ഹാപ്പിയസ്റ്റ് ഡേ ആയിരുന്നു. എനിക്കൊട്ടും സമയമില്ലാത്തൊരു ദിവസമായിരുന്നു. ഞാൻ കുറേ പ്ലാൻ ചെയ്താണ് പുറത്ത് പോകണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. അന്ന് ഭയങ്കര ബിസി ആയിപ്പോയി. പെട്ടെന്ന് രാത്രി ഒന്ന് ചടപടെ എല്ലാം ചെയ്തു. അങ്ങനെ മൂക്കുത്തി കിട്ടിയ സന്തോഷത്തെ അമ്മയും ഞങ്ങളെല്ലാവരും. അങ്ങനെ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.